ആറളം ഫാം ഫെസ്റ്റ് കൂട്ട് എന്ന പേരിൽ സംഘടിപ്പിച്ചു. ഫാം സ്റ്റേഡിയത്തിൽ സന്ദീപ് കുമാർ IAS പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആറളം ഫാം തൊഴിലാളികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഫാമിൽ നിന്ന് പിരിഞ്ഞുപോയ മുൻ തൊഴിലാളികളെയും ഉൾപ്പെടുത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആറളം ഫാം സെൻട്രൽ നഴ്സറിയിൽ നിന്നും ആരംഭിച്ച തൊഴിലാളികളുടെ ഘോഷയാത്ര ഓടംതോട് അയ്യപ്പക്ഷേത്രത്തിൽ സമാപിച്ചു. തുടർന്ന് സാംസ്കാരിക സദസ്സും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ആറളം ഫാം അക്കൗണ്ട്സ് ഓഫീസർ TP പ്രേമരാജൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ആറളം ഫാം മാനേജിംഗ് ഡയറക്ടർ സന്ദീപ് കുമാർ IAS പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ മുഖ്യാതിഥിയായിരുന്നു. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K വേലായുധൻ, ആറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജേഷ്, ITDP കണ്ണൂർ പ്രൊജക്ട് ഓഫീസർ G പ്രമോദ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശോഭ, ആറളം ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ മിനി ദിനേശൻ, യൂണിയൻ പ്രതിനിധികളായ KT ജോസ്, സുരേഷ് ബാബു, KK ജനാർദ്ദനൻ, ആന്റണി ജേക്കബ്, ചിന്മയ സർവകലാശാല ഡോക്ടർ MB ബിന്ദു തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഫാം സൂപ്രണ്ട് ജോസഫ് ജോർജ് നന്ദി പറഞ്ഞു. എന്തിനും ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നത് ഏറ്റവും ഫലപ്രദമാണ്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ കൂട്ടായ്മകൾ പോലും ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നവരുടെ ഇടയിലാണ് ഈ കൂട്ടായ്മ നടക്കുന്നത് എന്നതാണ് ഇതിന് നേതൃത്വം കൊടുത്ത ഇവരോടുള്ള ഏറ്റവും വലിയ ഒരു നന്ദി ഈ കാര്യത്തിൽ രേഖപ്പെടുത്താനുള്ളത്. ഇന്ന് ആറളം ഫാമിലകത്തെ തൊഴിലാളിക്ക് കേരള ഗവൺമെന്റ് ഫാമുകളിലെ തൊഴിലാളികളുടെ ശമ്പളമുണ്ട്. ഇവിടെ MD പറഞ്ഞു, അതോടൊപ്പം ആളുകൾ സൂചിപ്പിച്ചു, ഒരു തൊഴിലാളി പ്രതിനിധി എന്ന നിലയ്ക്ക് അതൊന്ന് പരാമർശിക്കാതെ പോകുന്നത് ശരിയല്ലാത്തത് കൊണ്ട് മറ്റൊരു കാര്യങ്ങളിലേക്കും പോകുന്നില്ല. സംതൃപ്തമായ തൊഴിലാളിയാണ് ഒരു സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന് ആധാരം അല്ലെങ്കിൽ അടിത്തറ എന്ന് പറയപ്പെടുന്നത്. എല്ലാ കാലത്തും ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ മാനേജ്മെന്റ് പറയും, അല്ലെങ്കിൽ മന്ത്രിമാർ പറയും, ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ കഴിയൂ എന്ന് പറയും. ചുവരുണ്ടാകേണ്ടത് തൊഴിലാളിക്ക് മാത്രമാണോ? അന്നത്തെ ചോദ്യം ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ചുവരുണ്ടാകേണ്ടത് സമൂഹത്തിനാണ്, അല്ലെങ്കിൽ ഈ നാടിനാണ്, ഇത് നടത്തുന്നവർക്കാണ്, തൊഴിലാളികൾക്കാണ്, എല്ലാവർക്കുമാണ്. ഇവിടെ സൂചിപ്പിച്ചു ഇപ്പം മാസാമാസം കിട്ടുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് കുടിശ്ശിക, പിരിഞ്ഞുപോയ തൊഴിലാളികളുടെ ശമ്പളം, അതോടൊപ്പം തന്നെ അവരുടെ ഗ്രാറ്റുവിറ്റി തുടങ്ങിയ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഈ വേദിയിൽ അതൊന്നും അങ്ങനെ പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ടും ആ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല.